8 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം വീണ ടി ഇ ഡി കൊച്ചി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഞാൻ എത്താമേ സജീഷെ, പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ചോദ്യം ചെയ്യൽ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വീണ ടി അവിടെ നിന്ന് മടങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോ അവിടെ മടങ്ങുകയാണെന്ന് തോന്നുന്നു. 8 മണിക്കൂർ രാവിലെ 10 തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ വീണ ടി പുറത്തേക്ക് പോവുകയാണ്. ഇ ഡി ഓഫീസിൽ കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് തന്നെ പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയൊന്നും എന്തായാലും ഇപ്പോൾ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല വീണ ടി. കാറ് പുറത്തുണ്ടായിരുന്ന അവിടെ നിന്ന് ഇ ഡി കൊച്ചി ഓഫീസിൽ നിന്നും ദീർഘമണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ്. രാവിലെ 10 തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. അതിനുശേഷം 8 മണിക്കൂർ ആ ചോദ്യം ചെയ്യൽ നീണ്ടു. 8 മണിക്കൂറിലധികം ആ ചോദ്യം ചെയ്യൽ നീണ്ടു. 8 മണിക്കൂർ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ വീണ ടി ഈ പറയുന്ന CMR എക്സാലോജിക്ക് ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന 2.78 കോടി രൂപ എന്തിനു വാങ്ങി എന്ന ചോദ്യങ്ങൾക്കടക്കമുള്ള ലാൽകൃഷ്ണ ചേരുന്നു. ലാൽ, എന്തായാലും അപ്പോൾ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇനി ചോദ്യം ചെയ്യലുണ്ടോ? മറ്റ് നടപടികളിലേക്ക് ഇ ഡി എന്തായാലും ഇന്ന് തൽക്കാലം കടന്നിട്ടില്ല. ലാലെ, കേൾക്കാവോ? ചോദ്യം ചെയ്യൽ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തി, വീണ ടിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് നടപടികളിലേക്ക് ഇ ഡി അറസ്റ്റ് അടക്കമുള്ള കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി കടന്നിട്ടില്ല. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണ ടി മടങ്ങുകയാണ്. ഇനി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമോ എന്ന കാര്യം അറിയില്ല. ലാൽ, പറഞ്ഞോ. രാവിലെ 10 മുതലാണ് വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. നിലവിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ വിശദമായൊരു ചോദ്യം ചെയ്യലിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടന്നത്. സ്വാഭാവികമായിട്ടും SFIയുടെ കൈകളിൽ ഉണ്ടായിരുന്ന രേഖകൾ, അതിൽ നിന്ന് ലഭിച്ച ആധികാരികമായ വിവരങ്ങൾ ചോദിച്ചറിയുക എന്നതിനോടൊപ്പം ഏതെല്ലാം രീതിയിലാണ് ഈ ഫണ്ട് ഒഴുകിയെത്തിയത്, ഏത് സേവനത്തിന് വേണ്ടിയിട്ടാണ് കൃത്യമായി ഈ ഫണ്ട് ലഭിച്ചത്, അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിച്ചു, ഏതെല്ലാം അക്കൗണ്ടുകളിലേക്ക് മാറി, ഏതെല്ലാം ഈ വായ്പ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിർത്തിയിരിക്കുന്ന വായ്പയുടെ തിരിച്ചടവ്, അതിന് ഈ ഫണ്ട് ഏത് രീതിയിൽ വിനിയോഗിച്ചു, എത്ര രൂപ, എങ്ങനെയെല്ലാം, ഏതെല്ലാം കാരണത്താൽ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരുന്ന ഇ ഡി ആരായുന്ന കാര്യങ്ങൾ. വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് പുറമെ SFI നടത്തിയിരുന്ന തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ വിവരങ്ങളും ഇ ഡി കൃത്യമായി തന്നെ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കൂടുതൽ വിവരങ്ങൾ SFIയുടെ രേഖകളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ആ രേഖകൾ കൂടി കിട്ടിയതിനു ശേഷം വിശദമായൊരു ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ നിലവിലെടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൂടുതൽ പഠിച്ച ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു സുരേഷ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, രാവിലെ 10 തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. അത് ഈ നേരം വരെ നീണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും SFIയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളായിരിക്കുമല്ലോ അവർ ആരാഞ്ഞത്. 8 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. വളരെ നിർണായകപ്പെട്ട ചോദ്യം ചെയ്യൽ. ഒരുപക്ഷേ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നിന്ന് വിശേഷിപ്പിക്കാം. SFIO റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ ഇ ഡിയുടെ പക്കലുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തയുടെ ഭാര്യയും മകനെയും ചോദ്യം ചെയ്തിരുന്നു. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ, ഈ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ പല വിവരങ്ങളും ഇപ്പോൾ തന്നെ ഇ ഡിക്ക് ലഭ്യമായിട്ടുണ്ടാവും. വീണ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഒരു അല്പസമയം തന്നെ ആ വിവരം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ മൊഴി വീണ്ടും പരിശോധിച്ച ശേഷമായിരിക്കും വീണ്ടും വിളിപ്പിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. പ്രധാനമായും 3 കാര്യങ്ങളിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. ഒന്ന്, എക്സാലോജിക്ക് CMR ഇടപാടിന്റെ കരാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. എന്ത് സേവനങ്ങളാണ് എക്സാലോജിക്ക് CMR നൽകിയിട്ടുള്ളത്, ഒപ്പം 2.78 കോടി രൂപ ഈ CMR എക്സാലോജിക്കിന് നൽകി എന്നുള്ളതാണ് കേസ്. അങ്ങനെയാണെങ്കിൽ ആ കൈമാറിയ പണം അത് എവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്, ഏത് ഘട്ടത്തിലേക്ക്, എങ്ങോട്ടേക്കാണ് വിനിയോഗിച്ചത്, അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി വരും എന്നുള്ളതാണ് ഇ ഡിയുടെ കേസ്. സ്വാഭാവികമായും ആ പണം എവിടെ പോയി എന്നറിയണം. ഒപ്പം എംപവർ ക്യാപിറ്റൽ ഇന്ത്യയിൽ നിന്ന് വീണയ്ക്ക് 2 തവണ വായ്പ അനുവദിച്ചിട്ടുള്ളൂ. ആദ്യം 25 ലക്ഷം രൂപ, പിന്നീട് 25 ലക്ഷം രൂപ. ആ പണം ഈ CMR നിന്ന് ലഭിച്ച തുക കൊണ്ട് തന്നെ അവർ തിരിച്ചടച്ചു എന്നാണ് പറയുന്നത്. എന്തിനാ വായ്പ എടുത്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. ഒപ്പം ഈ എക്സാലോജിക്ക് കമ്പനിയുടെ ആകെ മൊത്തത്തിലുള്ള ഒരു അന്വേഷണം 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ഈ പറയുന്ന നേരത്തെ വിഷ്ണു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ വിളിക്കുമോ എന്ന കാര്യത്തിലേക്ക് അറിയാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് അറിയാൻ തൽക്കാലം വഴിയില്ല. വീണ ടി 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.